Respecting the dignitary of the day, the most eminent personality, നമ്മൾക്ക് വേണ്ടി അദ്ദേഹം എനിക്ക് തോന്നുന്നു 239 സ്ലൈഡുകൾ ഉള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അടക്കം. I know, sir, but so somebody, a prominent figure has taken his extent level of initiatives to take up a seminar, and നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൈതൃക സംരക്ഷണത്തിൽ ചമ്പൽ കൊള്ളക്കാരുടെ പങ്ക് ക്ഷമിക്കണം. ഈ അവതരണത്തിനായിട്ട് നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ശ്രീ കെ മുഹമ്മദ് സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. വെൽക്കമിങ് യു സർ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം പൈതൃക സംരക്ഷണവും ചമ്പൽ കൊള്ളക്കാരും. ചമ്പൽ കൊള്ളക്കാരെ പറ്റി നിങ്ങളെല്ലാം ചില ആളുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ചമ്പൽ കാടുകളിൽ ഏതാണ്ട് 5000 കിലോമീറ്റർ ഏരിയയിലാണ്. ഇതിൽ ഉഗ്രപ്രതാപികളായിട്ടുള്ള കൊള്ളക്കാരാണ്. ഇവരുടെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെ പൈതൃക സംരക്ഷണം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. കുറച്ച് നീണ്ട പ്രസൻറ്റേഷനാണ്, പക്ഷേ ഞാൻ നീണ്ട പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നില്ല. വളരെ ചുരുക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ ഓരോ സ്ലൈഡ് വരുമ്പോഴും നിങ്ങൾക്ക് തന്നെ അതിൽ ഇഷ്ടം തോന്നുകയും ആകർഷണം തോന്നുകയും ചെയ്യും. അപ്പം നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്, ദിസ് ഈസ് ഗ്രൂപ്പ് ഓഫ് ബട്ടേശ്വർ ടെമ്പിൾ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ബട്ടേശ്വർ എന്നാണ്. ബട്ടേശ്വർ എന്ന് പറഞ്ഞാൽ ബഡാ ഈശ്വർ. നെക്സ്റ്റ് പ്ലീസ്. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങൾ. അതിൽ ചില മാറ്റങ്ങളുണ്ടായിരിക്കും. നെക്സ്റ്റ് പ്ലീസ്. ചമ്പൽ കാട് എന്ന് പറഞ്ഞാൽ കാടല്ല, വലിയ ഉയർന്ന മൺകൂനകളായിരിക്കും. ഈ മൺകൂനകൾക്കിടയിലൂടെ അടിപ്പാതകൾ ഉണ്ടായിരിക്കും. ഈ അടിപ്പാതകൾ പോലീസ് ഇവരെ പിടിക്കാൻ വേണ്ടി പോയാലും പോലീസിന് അവരെ പിടിക്കാൻ കഴിയുകയില്ല. കാരണം ഈ മൺപാതകളുടെ അടിയിലുള്ള അടിപ്പാതകൾ ഇവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഇവർ എപ്പോഴും രക്ഷപ്പെടും. നെക്സ്റ്റ് പ്ലീസ്. അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൊള്ളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ 1112. അദ്ദേഹം കൊന്നത്, അദ്ദേഹം വധിച്ചത് 185 persons. അതിൽ 32 പേർ പോലീസുകാരായിരുന്നു. ഇത്രയും ഉഗ്രപ്രതാപിയായ കൊള്ളക്കാരനായിരുന്നു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ കൊള്ളക്കാരൻ വേറെ വന്നിട്ടില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇത് മോഹർ സിംഗ്. മോഹർ സിംഗ് വെറും 85 ആളുകളെ മാത്രമേ കൊന്നിട്ടുള്ളൂ, അധികം കൊന്നിട്ടില്ല. ഇദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. കാരണം ഇവരൊന്നും സുഹൃത്തുക്കളല്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇദ്ദേഹം ഒരു കത്തുകൾ അയച്ചു. അവസാനമായിട്ട് അദ്ദേഹം 21 അദ്ദേഹം മരിക്കുന്നത്. അതിന് മുമ്പ് ഒരു പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്തയച്ചു. ഈ വർക്കുകൾ നടന്നിരുന്ന വർക്കുകൾ നിന്ന് പോയിട്ടുണ്ട്, അത് രണ്ടാമത് പുനരുദ്ധരിക്കണമെന്ന്. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ അതിൻ്റെ ആ ലെറ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു കോപ്പി എനിക്കും അദ്ദേഹം അയച്ചു തരികയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. ഇത് മൽഖാൻ സിംഗ്. മൽഖാൻ സിംഗ് വെറും 65 ആൾക്കാരെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അദ്ദേഹം പിന്നെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ അയക്കും. ദാറ്റ് ഐ വുഡ് ബി കിഡ്നാപ്പിംഗ് യു ഓൺ സച്ച് ആൻഡ് സച്ച് ടൈം, ഓൺ സച്ച് ആൻഡ് സച്ച് ഡേ, അറ്റ് സച്ച് ആൻഡ് സച്ച് ടൈം. അപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ, ആ എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അവരെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കൊള്ളക്കാരനായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. കാരണം ഹീസ് 6.2, ഞാൻ 5.2 ഉള്ളൂ. വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് മാതൃഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരാണ് പാൻസിംഗ് തോമർ. പാൻസിംഗ് തോമർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒളിമ്പ്യനായിരുന്നു. അദ്ദേഹം ആർമിയിലായിരുന്നു. ആർമിയിലായതിന് ശേഷവും അദ്ദേഹം കൊള്ളക്കാരനായി മാറി. ഇദ്ദേഹത്തെ കൊന്ന ആൾ, അദ്ദേഹത്തെ എനിക്കറിയാമായിരുന്നു. വിജയരാമൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തൃശ്ശൂർക്കാരനായിരുന്നു ഒറിജിനൽ. വാര്യറായിരുന്നു. പക്ഷേ വാര്യർ എന്നുള്ള വാൽ അദ്ദേഹം ഒരിക്കലും എഴുതിയിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് Vijayaraman. He was a very important police officer. It was he who had shot dead Pansing Tomar, and it was actually he
ഇദ്ദേഹത്തിന് അല്ലാതെ ഒരു പാകിസ്ഥാനി ടെററിസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പാർലമെൻറ്റ് ബോംബ് ചെയ്തിരുന്ന അദ്ദേഹത്തെയും ഇദ്ദേഹമായിരുന്നു കൊന്നിരുന്നത്. സോ ഹി വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പോയി സംസാരിച്ചു. അദ്ദേഹമാണ് ഈ ബന്ധങ്ങൾ മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തന്നത്. നെക്സ്റ്റ് പ്ലീസ്. ദിസ് എ ഫയൽ ഫോട്ടോഗ്രാഫ് ഓഫ് ദ കില്ലിംഗ് ദാറ്റ് പാൻസിംഗ് തോമർ. നൗ ദർ ഇസ് എ ഫിലിം ഓൾസോ ഓൺ പാൻസിംഗ് തോമർ. നെക്സ്റ്റ് പ്ലീസ്. ദിസ് ഈസ് ഫയൽ ഫോട്ടോ. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഒരുപക്ഷെ നിങ്ങളെ തലമുറയ്ക്ക് ചിലപ്പോൾ ഇവരെ അറിയാൻ മതി. പൂലൻ ദേവി ഒരൊറ്റ ദിവസം ഇവരെ കൊന്നത് 20 പേഴ്സൺസിനായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് എനിക്ക് ഏറ്റവും അധികം ഡീൽ ചെയ്യേണ്ട വലിയ കൊല്ലക്കാരൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നായിരുന്നു. ഹി വാസ് നോൺ ആസ് എ ഡേർട്ടി dacoits, because dacoits they will be having certain rules and regulations, but this person was without any kind of rules and regulation. He would be always keeping some kind of ladies also with him. ഇദ്ദേഹമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ തലവേദന. നെക്സ്റ്റ് പ്ലീസ്. ചിലപ്പം ദർ വിൽ ബി ഗ്രൂപ്പ് റൈവലറി ഓൾസോ എമംഗ് ദം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. അങ്ങനെ ഇവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിയതിന് ശേഷം, because you have to take the permission from them. Without taking permission from them you cannot do anything there. അവരോട് പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പെർമിഷൻ വാങ്ങിയതിന് ശേഷം when I went to the site, ഞാൻ ഇതേ രൂപത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ കാണുന്നത്. കാരണം ഒരു വലിയ ഭൂമികുലുക്കിൻ്റെ ഹ്യൂജ് earthquake, the entire temple town had come down, tumbling down like a pack of cards. ഒരു വലിയ ഭൂമികുലുക്കത്തിൽ മുഴുവനും തകർന്നു പോയ ക്ഷേത്രങ്ങളായിരുന്നു. ഇതൊരു അറ്റാക്ക് ആയിരുന്നില്ല. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ അതിൻ്റെ മറ്റൊരു ഇതാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റിന് പറയാൻ പറ്റും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം നേരെ നോക്കുക ഇവിടേക്കാണ്. ദർ ഇസ് എ സ്റ്റെപ്പ്, ദാറ്റ് മീൻസ് യു ഹാവ് എ ടെമ്പിൾ ദെയർ. ഹിയർ ഓൾസോ ദർ ഇസ് എ സ്റ്റെപ്പ്, ദാറ്റ് മീൻസ് ദർ വാസ് അനദർ ടെമ്പിൾ ദെയർ. അങ്ങനെ ഞാനിത് മുഴുവനും നോക്കി. അപ്പം ഒരു കാലത്തൊരു വലിയ മഹാക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ക്ഷേത്ര സംഗ്രഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നവിടെ കൽപ്പടിപ്പുരയില്ല, തുളസിത്തറയില്ല, എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിലുള്ള പ്രശ്നം. പക്ഷേ ഇതിങ്ങനെ നോക്കിയാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കൊള്ളക്കാരോട് പറഞ്ഞു, ഇത് ഒന്ന് വൃത്തിയാക്കണം, ഈ സ്ഥലങ്ങൾ മുഴുവനും വൃത്തിയാക്കണം, ഈ മരങ്ങൾ മുഴുവനും വെട്ടി മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു മാസത്തെ സമയം ചോദിച്ചു. ആ ഒരു മാസത്തിന് ശേഷം ഞാൻ രണ്ടാമതും വന്ന് കാണാം, അതിനുശേഷം എന്ത് വേണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒരു മാസത്തിൻ്റെ സമയമെടുത്തതിന് ശേഷം പിന്നീട് ആ സ്ഥലത്ത് പോയി. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഏത് നിമിഷവും തകർന്ന് വീഴാൻ പോകുന്ന മറ്റൊരു ക്ഷേത്രമാണ്. ഞങ്ങൾ സാധാരണ ഹിന്ദിയിൽ പറയും ഇത്തന റൂട്ടാഹുമേ ചൂനേശെ ബിഖർ ജായെങ്കിൽ. ഞാൻ ഇത്രമാത്രം തകർന്നു പോയിട്ടിരിക്കുന്നു, നിങ്ങൾ ചെറിയ വിരലുകൊണ്ട് അമർത്തിയാൽ നശിച്ചു പോകും. ഇത്തന ടൂട്ടാഹുമേ ചൂനേശെ ബിഖർ ജായെങ്കിൽ. നെക്സ്റ്റ് പ്ലീസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ പോയപ്പോൾ ഈ രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ ദിസ് ഈസ് എ വെരി ഗുഡ് സൈറ്റ് ഫോർ എ ജേർണലിസ്റ്റ്. നിങ്ങൾ നല്ല ഫോട്ടോഗ്രാഫറാണെങ്കിൽ നന്നായിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കാൻ കഴിയും. നിങ്ങൾ ഒരു വലിയ എഴുത്തുകാരനാണെങ്കിൽ നന്നായിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ കഴിയും. പക്ഷേ മൈ മിഷൻ ഈസ് നോട്ട് ദാറ്റ് വൺ. നീദർ ജേർണലിസം നോർ ഫോട്ടോഗ്രാഫി. ബിക്കോസ് ഐ ഹാവ് ടു പുട്ട് എ ടങ് ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റോൺ. ഞാൻ ഓരോ ശിലയിലും ഒരു നാവ് ഇറക്കി വെക്കണം. ആ നാവ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ശിലയോട് ചോദിക്കണം വേർ യു വെൻ ദ ടെമ്പിൾ വാസ് സ്റ്റാൻഡിങ്. പിന്നെ അതേപോലെ അതിന് ഉയർത്തി കെട്ടുകയും വേണം. സോ ദിസ് എ ഹ്യൂജ് ടാസ്ക്. So it is almost impossible task, but this impossible task we are going to make into a possible task. So that is the story of this one. Next please. So ഒരു ഇംഗ്ലീഷ് ഓതർ ഇത് കണ്ട അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കെവിൻ സ്റ്റാൻലി, the biggest jigsaw puzzle he had ever seen. Next please. രണ്ടാമത് ഇത് ഒന്നുകൂടി അതേ രൂപത്തിൽ തന്നെ കാണിക്കുകയാണ്. കാരണം തകർന്ന് തരിപ്പണമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ ഓരോ ശിലയോടും ചോദിച്ചതിന് ശേഷം എന്ത് ഉത്തരമാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് യു ഹാവ് ടു റീകൺസ്ട്രക്റ്റ്. നെക്സ്റ്റ് പ്ലീസ്. അഗെയിൻ ഇറ്റ് മേ കം ഡൗൺ അഗെയിൻ, എനി മൊമെൻറ്റ് ഇറ്റ് ക്യാൻ കം ഡൗൺ. നെക്സ്റ്റ് പ്ലീസ്. ഒരു ചെറിയ ഭൂമിയുടെ ഒരു ചെറിയ ഞരക്കം മതി തകരും. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. അല്ല, ഇതിന് മുമ്പില്ല. ഇനി ഇവിടുന്നാണ് എൻ്റെ വർക്ക് തുടങ്ങാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനിത് കണ്ടതിന് ശേഷം, ബിക്കോസ് ഇത് ക്ഷേത്രത്തിൻ്റെ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റോൺ
അതിൻ്റെ മുമ്പിലുള്ളൊരു തൂണ്. കാരണം ഇത് കണ്ട അവസരത്തിൽ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതിൻ്റെ പ്രവേശന ദ്വാരം. ഈ പ്രവേശന ദ്വാരം ഇത് നന്നാക്കാൻ, രണ്ടാമത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ദേ ഹാവ് ഗിവൻ അസ് 4 months. ഈ 4 മാസത്തിൻ്റെ ഉള്ളിൽ ഇത് മുഴുവനും ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ വാണ്ടഡ് എ സാമ്പിൾ. ആ സാമ്പിളിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് കണ്ട അവസരത്തിൽ എനിക്കിത് മനസ്സിലായ അവസരത്തിൽ ഞാൻ റീകൺസ്ട്രക്ഷൻ തുടങ്ങി. അപ്പം ദാറ്റ് ഈസ് ദ ബേസ് സ്റ്റോൺ ആൻഡ് ദ പില്ലർ ഈസ് ഹിയർ, ദ ക്രൗണിങ് സ്റ്റോൺ ഈസ് ഹിയർ ആൻഡ് ഹിയർ ഓൾസോ. അപ്പോൾ ഒരു പ്രവേശനദ്വാരം 2 കല്ലുകളില്ലാതെ, 2 തൂണുകളില്ലാതെ നമുക്കൊരിക്കലും ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോൺ ഞങ്ങൾക്ക് കിട്ടിയില്ല, പില്ലർ കിട്ടിയില്ല. അപ്പോൾ സാധാരണ രണ്ടാമത്തെ പില്ലർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കും. പക്ഷേ ഒരു ആർക്കിയോളജിസ്റ്റ് അങ്ങനെയല്ല, അദ്ദേഹം ഭൂമി ദേവിയോട് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം വി ജസ്റ്റ് മെയ്ഡ് അനദർ എക്സ്കവേഷൻ ഹിയർ. സോ ഐ ഗോട്ട് ദ സെക്കൻഡ് സ്റ്റോൺ ഓൺ ദാറ്റ് സൈഡ്. നെക്സ്റ്റ് പ്ലീസ്. അത് രണ്ടാമത്തെ കല്ലും ഇവിടെ കിട്ടി. ഇനി യു ഹാവ് ടു ബിക്കം എ സർജൻ ഓഫ് നീ സർജൻ. നമ്മൾ പിന്നെ മുട്ടുകാലിൻ്റെ പിന്നെ ഡോക്ടർ ആവണം. അപ്പോൾ യു ഹാവ് ടു ജോയിൻ ദം ടുഗദർ. സോ ഐ ജോയിൻ ദം ടുഗദർ. നെക്സ്റ്റ് പ്ലീസ്. ഇനി ഇത് 2 ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് പ്ലീസ്. നോക്കൂ, ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ബട്ട് വി ഡോണ്ട് റിമൂവ്. വി ഹാവ് ദ സർജിക്കൽ മാർക്ക് ഹിയർ, സർജിക്കൽ മാർക്ക് ദെയർ ഓൾസോ, ബട്ട് വി ഡോണ്ട് റിമൂവ് ഇറ്റ്. ഞങ്ങൾ അതേപോലെ ആ സർജിക്കൽ ഇത് കീപ്പപ്പ് ചെയ്യും. ബിക്കോസ് യു നോ when somebody else come, when you go to that place, we have to tell you the story, because then if you are telling the story, then you would be taking more interest in that one. Next please. അപ്പോൾ 2 ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 4 മാസത്തെ സമയമാണ് ഇവർ തന്നിട്ടുള്ളത്. ഈ 4 മാസത്തിൻ്റെ സമയത്തിനുള്ളിൽ ഈ കൽപ്പടിപുരയും അതേപോലെ തന്നെ ഇതും, ഈ 4 ക്ഷേത്രങ്ങളും you have to bring them down, give a very strong foundation and then reconstruct it as it was. That is my task. So within 4 months I had to do it. Next please. Just look at it. 4 മാസത്തിനുള്ളിൽ മനോഹരമായിട്ടുള്ള 4 ക്ഷേത്രങ്ങളും അതേപോലെ ആ പ്രവേശനദ്വാരവും ഞങ്ങൾക്ക് പ്രസ്താവിക്കാൻ കഴിഞ്ഞു. അപ്പം കൊള്ളക്കാർ വന്നു. കൊള്ളക്കാർ വരുമ്പോൾ കൊള്ളക്കാരുടെ ടീമിൻ്റെ മുമ്പിൽ ഒരു പൈലറ്റ് പാർട്ടി ഉണ്ടായിരിക്കും. അവർ വന്നു, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. അപ്പം ആദ്യം ഇത് കണ്ട അവസരത്തിൽ ആ പൈലറ്റ് പാർട്ടിയുടെ ആൾ വിളിച്ചു പറഞ്ഞു, യഹാ തോ ചമത്കാർ കാ കാം ഹുവാ ഹൈ. ഇവിടെ അത്ഭുതങ്ങൾ വിളയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് സർദാർ എന്ന് പറഞ്ഞിങ്ങനെ ഗ്രൂപ്പ് ക്യാപ്റ്റനോട് വിളിച്ചു പറഞ്ഞു. അപ്പം പിന്നെ സർദാർ അദ്ദേഹവും നിർഭയ് സിംഗ് ഗുജ്ജർ കുതിരപ്പുറത്തു നിന്നിറങ്ങി. അദ്ദേഹം ഇവിടെ വന്ന് നോക്കി. അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം എത്രയോ ആളുകൾ കൊന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇളിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹവും പറഞ്ഞു, ഇത് ചമത്കാർ കാ കാമേ, ഇത് അത്ഭുതങ്ങൾ വിളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് പെർമിഷൻ ഫോർ അസ് ടു കണ്ടിന്യൂ അവർ വർക്ക്. സോ ഇതിൽ മുഴുവനും അധികവും ശിവക്ഷേത്രങ്ങളായിരുന്നു. വിഷ്ണു ക്ഷേത്രങ്ങളുമുണ്ട്, ബ്രഹ്മക്ഷേത്രങ്ങളുമുണ്ട്, ദേവീക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ ശിവനാണെങ്കിൽ ശിവൻ വിൽ ബി ഹാവിങ് ജടാ മകുട, ജഡി ചർമ്മി ശിഖണ്ഡി ച സർവാംഗ സർവഭാവന ഹരിശ്ച ഹരിണാച്ച സർവഭൂതഹരപ്രഭു. സർവഭൂതഹരപ്രഭു മീൻസ് ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി he who destroys everything. Shashvatam Shivam Achyutam. If there is anything everlasting, that is only Lord Shiva. So we did this work and now we have to move forward. Next please. You can just see, compare it, however you had seen it and now what is the condition. Next please. ഇത് മറ്റൊരു ക്ഷേത്രം. ഇതിൻ്റെ മുൻപാളികൾ മുഴുവനും വീണു പോയിട്ടുണ്ട്. അവിടെയും മുൻപാളികൾ വീണു പോയിട്ടുണ്ട്. The Amalka is lying down here. Inside there was no Pradishta. ശിവനാണോ വിഷ്ണുവാണോ ഒന്നും പറയാൻ കഴിയില്ല. Then I looked at this one. An archaeologist like Selvakumarji, Jenny Peter, we have got our own ways. I looked at this one. It looks innocuous. ഇത് സാധാരണക്കാരനോടൊന്നും പറയില്ല. പക്ഷേ ഒരു ആർക്കിയോളജിസ്റ്റിനോട് ഇത് പറയും, ഇതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ എന്താണ് എന്ന്. അത് ഇറ്റ് ഈസ് റെക്റ്റാങ്കുലർ, ദീർഘചതുരമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നന്ദിസ്ഥാനമായിരിക്കുമെന്ന്. അപ്പം ജസ്റ്റ് റിസൈറ്റഡ് ദ മന്ത്ര. വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. ജസ്റ്റ് റിസൈറ്റഡ് ദ മന്ത്ര. took a pradakshina of the temple. I could not see it anywhere. ആ കാളയെ കിട്ടിയില്ല, നന്ദിയെ കിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് ദിസ് വൺ, ഐ മീൻ അമ്പല നടയിലും കണ്ടില്ല,
അരയാൽ തറയിലും കണ്ടില്ല എന്നാണ് പറയാറുള്ളത്. മുഴുവനും നോക്കി കണ്ടില്ല. ആൻഡ് ദെൻ വി വെൻ എഹെഡ്. ഒരു സ്ലോപ്പി ഏരിയ ഉണ്ടായിരുന്നു. ആ സ്ലോപ്പി ഏരിയയിൽ പോയി നോക്കിയ അവസരത്തിലുണ്ട് ദർ വാസ് എ സ്മോൾ ബ്യൂട്ടിഫുൾ ക്യൂട്ട് നന്ദി ലുക്കിംഗ് അറ്റ് മീ ആസ് ഇഫ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ ഫോർ ദ ലാസ്റ്റ് 1200 years. കഴിഞ്ഞ 1200 വർഷം എൻ്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ ക്യൂട്ട് നന്ദി വാസ് ലുക്കിംഗ് അറ്റ് മീ. ഞങ്ങൾ അതിനെ എടുത്തു കൊണ്ടുവന്നു. ഈ വിടവിൽ വെച്ച് നോക്കി അദ്ദേഹം വളരെ പ്രസന്നവദനായിട്ട് ആ വിടവിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സാമ്രാജ്യം നഷ്ടപ്പെട്ട രാജാവിന് രണ്ടാമത് സാമ്രാജ്യം കിട്ടിയതുപോലെ അദ്ദേഹം വളരെ പ്രസന്നവദനായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ക്ഷേത്രം നന്നാക്കി കഴിഞ്ഞു. So you will be asking, where is Nandi? Next please. Just look at it. Small, beautiful, cute Nandi. And he is looking at Lord Shiva and Parvati and listening to that Om which is coming from Kailash. What is Om? Om Tat Brahma, Om Tat Vayu, Om Tat Atma, Om Tat Satyam, Om Tat Sarvam. So he is inhaling that Om which is coming from there. നിങ്ങൾ ഒന്നുകിൽ തഞ്ചാവൂർ പോവുകയാണെങ്കിൽ, കാഞ്ചീപുരത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാശിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴും ശിവക്ഷേത്രമുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ലിംഗത്തിലേക്ക് നേരിട്ട് പോകില്ല, സ്ത്രീകളൊന്നും നേരിട്ട് പോകില്ല. യു വിൽ ടേക്ക് എ പ്രദക്ഷിണ ഓഫ് നന്ദി. നന്ദിയെ പ്രദക്ഷിണം വലയം ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. അത് ശിവൻ്റെ അടുത്തേക്ക് പോയുള്ളൂ. അതിൻ്റെ അടിസ്ഥാന ഇതെന്തെന്നാന്ന് പറഞ്ഞാൽ ഹി ഈസ് ഇൻഹെയിലിംഗ് ദാറ്റ് ഓം വിച്ച് ഈസ് കമ്മിങ് ദെയർ ആൻഡ് എമിറ്റിംഗ് ഇറ്റ് ത്രൂ ഹിസ് ഇയേഴ്സ്. അത് നിങ്ങൾ ആസ് എ ഡിവോട്ടി യു ഹാവ് ടു ഇൻഹെയിൽ ഇറ്റ്. നമ്മളും അത് ശ്വസിക്കണം. ആ ശ്വസിച്ചതിന് ശേഷം നമ്മൾ വളരെ ക്ലീൻ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൻ്റെ പോയാൽ അവിടെ വലത്ത് ഭാഗത്ത് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരിക്കും, ഒരു കുടത്തിൽ വെള്ളവുമായിട്ട്. അത് ഗംഗയായിരിക്കും. ഗംഗ വുഡ് ബി സ്റ്റാൻഡിങ് ഓൺ ദിസ് വൺ ക്രോക്കോഡൈൽ ആൻഡ് ദെൻ ഓൺ ദ അതർ സൈഡ് ദർ വിൽ ബി യമുന. അപ്പോൾ ഗംഗയും യമുനയും ഉണ്ടാവും. ആൻഡ് അണ്ടർഗ്രൗണ്ട് സരസ്വതി. അഗെയിൻ യു ആർ ഹാവിങ് എ ഡിപ്പ് ഇൻ ഹോളി സംഘം. അങ്ങനെയാണ് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഇതും വന്നു കഴിഞ്ഞതോടുകൂടി അതേവരെയുള്ള കൊള്ളക്കാരുകൾ മുഴുവനും ഇത് എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബാക്കിയുള്ള ആളുകളും എൻ്റെ കൂടെ കൂടി. ഇനി ഞാൻ അവർക്ക് പേയ്മെൻറ്റും ചെയ്യാൻ തുടങ്ങി. അർദ്ധ കൊള്ളക്കാരാണ്. അപ്പം അതേവരെ മടിച്ചിരുന്ന കൊള്ളക്കാരും നമ്മുടെ കൂടെ കൂടി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഈ 3 ക്ഷേത്രങ്ങൾ ഓൾ ദ പാർട്സ് ആർ ലൈങ് ദെയർ. കാരണം ഈ ക്ഷേത്രങ്ങൾ കൊള്ളക്കാരുള്ളത് കൊണ്ട് ദാറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അവർ മുഴുവനും അവിടെ ഉള്ളത് കൊണ്ട് ഇത് രക്ഷപ്പെട്ടു. നെക്സ്റ്റ് പ്ലീസ്. എൻ്റെ വർക്കുകൾ തുടങ്ങി. ഇത് മുഴുവനും കൊള്ളക്കാരാണ്. ഇപ്പോൾ ഇത് മുഴുവനും കൊള്ളക്കാരാണ്. അവർ വർക്ക് സ്റ്റാർട്ട്. നെക്സ്റ്റ് പ്ലീസ്. Completed the whole work. Next please. You can just compare it. This was the condition earlier and now this is the condition. Next please. Another group of temples. Next please. വളരെ beautiful. It's a beautiful gem now. Next please. You can just compare it. It was the condition earlier and now this is the condition. Next please. ഞാൻ ഇവിടെ ഇതിൻ്റെ മുകളിൽ നടക്കുകയായിരുന്നു. അപ്പോൾ നടക്കുന്ന അവസരത്തിൽ ഒരു ആർക്കിയോളജിസ്റ്റ് ആണെങ്കിൽ യു വിൽ ബി ഹാവിങ് സർട്ടൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എർത്ത്. ആർക്കിയോളജി സെൽവകുമാർജിയും ഇവരും നമ്മുടെ ജെന്നി പീറ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എനിക്ക് തോന്നി ബിക്കോസ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് 4 temples ബിലോ മൈ ഷൂസ്. അപ്പോൾ അവിടെ എക്സ്കവേറ്റ് ചെയ്ത ഈ ഭൂമി എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ നെക്സ്റ്റ് പ്ലീസ് ഐ കുഡ് ഗെറ്റ് ഓൾ ദ 4 temples. ദിസ് ഈസ് ദിസ് വൺ. ആൻഡ് ഈ ഡബ്രിയിൽ നിന്നായിരുന്നു നമുക്ക് ഈ 4 ക്ഷേത്രങ്ങൾ കിട്ടിയത്. നെക്സ്റ്റ് പ്ലീസ്. അവിടെ ഇനീഷ്യലി വി വർ നോട്ട് ഹാവിങ് വാട്ടർ. ദ വാട്ടർ പ്രോബ്ലം വാസ് ദർ. ദർ വാസ് നോ വാട്ടർ ദർ ബിക്കോസ് ഇറ്റ് ഈസ് ചമ്പൽ ഏരിയ. പക്ഷേ ഇത്ര വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ വെള്ളമില്ലാത്തൊരു സ്ഥലം ഉണ്ടാകാൻ പാടില്ല. സോ ഐ ജസ്റ്റ് മെയ്ഡ് എ സർവേ ഓഫ് ഇറ്റ് ആൻഡ് ദെൻ കെയിം ടു ദ കൺക്ലൂഷൻ ഹിയർ വി വുഡ് ബി ഗെറ്റിംഗ് ദ ടെമ്പിൾ. ഹിയർ യു ക്യാൻ സീ എ ഹനുമാൻ ടെമ്പിൾ. അപ്പോൾ കൊള്ളക്കാർ കൊള്ളക്ക് പോകുന്നതിന് മുമ്പ് ഹനുമാൻജിയെ പൂജിച്ചതിന് ശേഷമാണ് പോവുക. അങ്ങനെ പൂജിച്ചു കഴിഞ്ഞാൽ കൊള്ള മുതൽ ധാരാളം കിട്ടും എന്നാണ് അവരുടെ ധാരണ. അത് തിരിച്ചു വന്നാൽ ബിഫോർ ദിസ് വൺ ദിസ് വൺ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ബൂട്ടി ദേ വിൽ ബി അഗെയിൻ ഡൂയിങ് ദ പൂജ ഹിയർ. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ ഞാൻ ആ സ്ഥലം എക്സ്കവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടുന്ന് ഐ ഗോട്ട് എബണ്ടൻസ് ഓഫ് വാട്ടർ, കോപ്പിയസ് എമൗണ്ട് ഓഫ് വാട്ടർ.
And here I got 3 more temples. Next please. ആയി കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇനി ഇവിടുന്ന് വെള്ളം കിട്ടാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ഗെറ്റ് വാട്ടർ. പക്ഷേ ഈ ചമ്പലിൽ വെള്ളം കുടിച്ചാൽ പിന്നെയും അഗ്നി ആളിപ്പടരും എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പം ദാറ്റ് ഈസ് ദേ നോ ഇറ്റ്. സോ ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് എക്സ്കവേറ്റ് ചെയ്യാൻ പോയില്ല. ഞാൻ അലഹബാദിൽ നിന്ന് സംഘത്തിൽ വെള്ളം, അതായത് all the three ദിസ് ആർ മീറ്റിംഗ് ദെയർ, ഗംഗ, യമുന, സരസ്വതി, അവിടുന്ന് വെള്ളം കൊണ്ടുവന്നു. പിന്നെ മെയ്ഡ് എ സ്മോൾ റിച്വലിസ്റ്റിക് പെർഫോമൻസ്. അതായത് ഋഗ്വേദത്തിലെ ഗംഗയെക്കുറിച്ചുള്ള വരികളുണ്ട്. ഇമമ്മേ ഗംഗേ യമുനേ സരസ്വതി ശുതുദ്രി സോമം സജതാ പരുഷ്ണേ മന്ത്രങ്ങൾ ഉരുവിട്ടു. പിന്നെ ഗംഗയെ യമുനേ ചൈവ ഗോദാവരി, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു റിച്വൽസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം we just excavated this portion and we got copious amount of water. Next please. Aru, wonderful copious amount of water. This was this one miracle. അപ്പോൾ കൊള്ളക്കാർക്ക് കൂടുതൽ സന്തോഷമായി. നെക്സ്റ്റ് പ്ലീസ്. ഇപ്പം വെള്ളം ഉറന്നൊഴുകുന്നുണ്ട്. പണ്ട് നമ്മളൊക്കെ വായിക്കാറുണ്ട്, വള്ളിക്കുടിലിൽ ചിരിത്തൂകി തുള്ളിച്ചാടും കൊച്ചരുവി എന്ന് പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടിത് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. പതഞ്ഞൊഴുകുന്ന വെള്ളം. നെക്സ്റ്റ് പ്ലീസ്. ഇപ്പം മയിലുകൾ ധാരാളം വരാൻ തുടങ്ങി, അതിൽ അന്തരീക്ഷം മുഴുവനും മാറാൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് മറ്റൊരു ക്ഷേത്രം. ഈ മരം ക്ഷേത്രത്തെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം യു കനോട്ട് കട്ട് ദ ട്രീ, ബട്ട് ഇഫ് യു വാണ്ട് ടു സേവ് ദ ടെമ്പിൾ യു ക്യാൻ കട്ട് ദ ട്രീ ഓൾസോ. ബട്ട് ഫോർ ദാറ്റ് ഓൾസോ യു ഹാവ് ടു ഹാവ് സർട്ടൻ ഫോർമാലിറ്റീസ്. ആ ഫോർമാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പ്രേ ടു ദ ട്രീ, നമസ്തേ വൃക്ഷോ ക്ഷമന്തു, എനിക്ക് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. പിന്നെ ക്ഷേത്രത്തോട് അല്ല, ഈ മരത്തോട് മാത്രം ചോദിച്ചാൽ പോരാ, യു ഹാവ് ടു സീക്ക് ദ പാർഡൺ ഓഫ് ദ ബേർഡ്സ് ഹു വുഡ് ബി സിറ്റിംഗ് ഓവർ ദിസ് വൺ. ഇതിൽ താമസിക്കുന്ന പക്ഷികളോടും പറയണം, അവരോട് പറയണം, അന്യാർത്ഥാവാസം പരികൽപ്യന്തു, കൈൻഡ്ലി മൈഗ്രേറ്റ് ഫ്രം ദിസ് ട്രീ ടു സം അതർ ഹാബിറ്റബിൾ ട്രീ. എനി ട്രീ ആയാലും പറ്റില്ല, ടു സം അതർ ഹാബിറ്റബിൾ ട്രീ. അങ്ങനെ ചെയ്തതിന് ശേഷം when I cut down the whole tree fell down and then we had to reconstruct it. Next please. ഇതേപോലെ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. റീകൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ്. ഇവിടം വരുത്തി കഴിഞ്ഞു. നെക്സ്റ്റ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. 1200 വർഷം പഴക്കമുള്ള രണ്ടാമത് ഒരു ക്ഷേത്രം രണ്ടാമത് പുനർജനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് പ്ലീസ്. യു ക്യാൻ ജസ്റ്റ് കമ്പയർ ഇറ്റ്. ഇത് മറ്റൊന്ന് തകർന്ന് കിടക്കുന്ന ക്ഷേത്രം, ബട്ട് ഓൾ ദ ഫ്രാഗ്മെൻറ്റ്സ് ആർ അവൈലബിൾ ദെയർ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് പ്ലീസ്. റീകൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ്. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇനി ഇത് കാണാൻ കഴിയുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു മിറാക്കിളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഭാഗം നോക്കി ക്ഷേത്രങ്ങൾ മുഴുവൻ തകർന്ന് കിടക്കുന്നുണ്ട്. യു ഹാവ് ഓൺലി സ്റ്റെപ്സ് ഹിയർ. നെക്സ്റ്റ് പ്ലീസ്. You have to be a very positive thinker, then only you would be able to do all these things. Next please. ആ വൃക്ഷങ്ങൾ മാറ്റിയ അവസരത്തിൽ ഈ രൂപത്തിലായി. ഇത് ഇനി നമ്മൾ ഹിയർ വി ആർ ഗോയിങ് ടു മേക്ക് 6 temples. We are going to reconstruct 8 temples, and here you are going to have 6 temples. So totally you will be having 20 temples here. It is not less than of a miracle. Next please. ഒരു ക്ഷേത്രത്തിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. 2 ആയി കഴിഞ്ഞു, ബട്ട് ഐ ഹാഡ് പ്രോമിസ്ഡ് യു 6 temples ഹിയർ. നെക്സ്റ്റ് പ്ലീസ്. ദ തേർഡ് വൺ പ്ലീസ്. നെക്സ്റ്റ്. 3ാമത്തെ ക്ഷേത്രം വന്നു കഴിഞ്ഞു. ദ 4th one പ്ലീസ്. 4ാമത്തും വന്നു കഴിഞ്ഞു. 5th one പ്ലീസ്. 5ാമത്തും വന്നു കഴിഞ്ഞു. 6th one പ്ലീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ. എനിക്കറിയില്ല നിങ്ങൾ കാശിയിൽ എത്ര ആൾക്കാർ പോയിട്ടുണ്ട്. നാളെ മണികർണിക ഘാട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട്. അവിടെ പോയാൽ മരിച്ചു കഴിഞ്ഞ ആളുകൾ രണ്ടാമത് പുനർജനിക്കുമെന്ന് വിശ്വാസമുള്ള സ്ഥലമാണ്. അവിടെ മരിച്ചവർ രണ്ടാമത് പുനർജനിച്ചാൽ എങ്ങനെയിരിക്കുമോ അതേപോലെയാണ് ഈ ക്ഷേത്രങ്ങൾ നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള 6 ക്ഷേത്രങ്ങൾ. നെക്സ്റ്റ് പ്ലീസ്.
ഒന്നുകൂടി നോക്കൂ, നിങ്ങൾ ഈ രൂപത്തിൽ നിന്നാണ് നമ്മൾ ആ ക്ഷേത്രങ്ങൾ. ഇനി 20 temples you are going to see. Next please. Look at the elevation, the symmetry, the balance, and each stone that has gone into the creation is very beautifully designed and aesthetically placed also. That is, it looks very beautiful now. Next please. ഇത് കെവിൻ സ്റ്റേൻഡേജ് പറയുന്നത് ദിസ് മസ്റ്റ് ഗോ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. അത്ര മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് ഇത് രണ്ടാമത്തതിൻ്റെ ബാക്കിലേക്കാണ് വരുന്നത് ആ 8 ക്ഷേത്രങ്ങൾ. നെക്സ്റ്റ് പ്ലീസ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡു ദിസ് വൺ ഓൾസോ. ബൈ ദാറ്റ് ടൈം ഐ വാസ് ട്രാൻസ്ഫേർഡ് ടു ഡൽഹി. കാരണം ഡൽഹിയിൽ കോമൺവെൽത്ത് പിന്നെ സ്പോർട്സ് പ്രോഗ്രാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ സെഡ് ദാറ്റ് ഹി ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഡൽഹി. അപ്പോൾ പക്ഷേ ഞാൻ എല്ലാ സാറ്റർഡേ സൺഡേ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വർക്കുകൾ നോക്കുമായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. നൗ യു ക്യാൻ സീ ദ ഏർലിയർ 6 temple ആൻഡ് ദിസ് 8 temples ഓൾസോ. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ ഞാൻ ഒരിക്കൽ അവിടെ നിൽക്കുന്ന അവസരത്തിൽ ബോംബെയിൽ നിന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞു ഇത് അവർ കണ്ടതുപോലെ വളരെ സന്തോഷമായി. അവർ പറഞ്ഞു ഞങ്ങളൊന്ന് പോയി ഡാൻസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിട്ടുണ്ട്. അപ്പം ഒരു കാലത്ത് ദേവാങ്കണങ്ങൾ പേടിച്ചരണ്ട് പോയ സ്ഥലങ്ങൾ ഇന്ന് ആരുമേയും ഭാവഗായകരാക്കുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ വരെ ഇന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ പുഷ്പവാതകം അഴിച്ചു വെച്ചു നഗ്നപാതരായി നടക്കാൻ ആഗ്രഹിക്കുന്ന അത്ര മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. യു കൻ ജസ്റ്റ് ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു എക്സ്കവേറ്റ് ദിസ് പ്ലേസ് യു വിൽ ബി ഗെറ്റിംഗ് മെനി മോർ ടെമ്പിൾസ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇവിടെ എക്സ്കവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ധാരാളം ക്ഷേത്രങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. ഇനി ഈ ക്ഷേത്രങ്ങൾ ഇത് ഒരു ക്ഷേത്രം മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇത് നമ്മൾ 6 ക്ഷേത്രങ്ങൾ ഈ ഫ്രാഗ്മെൻറ്റ്സ് ഉപയോഗിച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. യു ക്യാൻ ജസ്റ്റ് സീ. നെക്സ്റ്റ് പ്ലീസ്. യു ക്യാൻ ജസ്റ്റ് കമ്പയർ ദിസ് വൺ വിത്ത് ദിസ് വൺ. നെക്സ്റ്റ്. ഈ ക്ഷേത്രങ്ങൾ ഈ ഫ്രാഗ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വി ഹാവ് റീകൺസ്ട്രക്ട് 13 temples. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇത് ഒരു ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഓൾ ദ ഫ്രാഗ്മെൻറ്റ്സ് വി ഹാവ് ഗോട്ട് ഇറ്റ് ഫ്രം ദെയർ and the reconstruction has been done. Next please. Now there is a traffic jam of temples. Next. ഇനി ആ കൊള്ളക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ നിർവേഷ് സിംഗ് ഗുജ്ജർ എന്ന് പറഞ്ഞ കൊള്ളക്കാരൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. ബട്ട് ഐ ഹാഡ് നോ ഫെയ്ത്ത് ഇൻ ഹിം. കാരണം അദ്ദേഹം എങ്ങനെയാണ് പിന്നെ റിയാക്ട് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു അവോയ്ഡ് ഇറ്റ്. അപ്പോൾ ഹി ന്യൂ ഇറ്റ്. സോ വൺ ഡേ ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഐ വാസ് മൂവിങ് ഫ്രം one temple to another temple. I saw a man smoking. Next please. അത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ when we look at it, as an archaeologist, I know that here I am going to get the steps and this is the boundary walls. So I got the boundary wall here and also the steps. Next please. അദ്ദേഹം he was smoking. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു आपको शर्म नहीं आते आ मंदिर में बीड़ी पी रहे, നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് ബീഡി വലിക്കുന്നതെന്ന്. കാരണം ഇദ്ദേഹം ആരാന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം 65 ആളുകളെ കൊന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തെയാണ് ഞാൻ ശകാരിച്ചത്. आपको शर्म नहीं आते आ मंदिर में बीड़ी पी रहे. അപ്പോൾ അദ്ദേഹം ഒന്ന് കർക്കശമായി നോക്കി, ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ദിസ് വൺ സറണ്ടർ ഡെക്കോയിഡ്സിന് ഐ യൂസ് ടു കീപ്പ് അലോങ് വിത്ത് മീ. അപ്പോൾ അവരിലൊരാൾ വന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, സർ ഉൻസെ കുച്ച് മത് കഹിയെ, ഞാൻ അദ്ദേഹത്തോടൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് പിടുത്തം കിട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്, എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാനും തയ്യാറാണെന്നൊക്കെ പറഞ്ഞുള്ള വലിയ വീമ്പിളക്കുന്നുണ്ടായിരുന്നു. ആയത്തക് എന്ന് പറഞ്ഞ ചാനലിനായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. ഇനി അദ്ദേഹത്തിൻ്റെ 4 ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൊള്ളക്കാർ 60 ഉള്ള സംഘമായിരുന്നു, പക്ഷേ 4 ആളുകളായിട്ട് മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളുമായിട്ടും ഗവൺമെൻറ് വെടിവെച്ച് കൊന്നു. 3 ഗവൺമെൻറ്, ഒന്ന് മധ്യപ്രദേശ് ഗവൺമെൻറ്, രാജസ്ഥാൻ ഗവൺമെൻറ്, ഉത്തർപ്രദേശ് ഗവൺമെൻറ്, അവർ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് അവർ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഓടുന്ന അവസരത്തിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ 4 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അവർ പിന്നെ എല്ലാ സ്ഥലത്തും പിന്നെ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് രക്ഷയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്നു.
കാൽക്കലിരുന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ദൈവങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേഷ് ഇവിടെ മുഴുവൻ ഇവിടെ ഉള്ളത് നിങ്ങൾ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈദർ ഇൻ അമേരിക്ക ഓർ ഇൻ ഫ്രാൻസ് ഓർ ഇൻ സം അതർ കൺട്രീസ്. അപ്പോൾ ദൈവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായി അദ്ദേഹത്തെ ആരെങ്കിലും അഭിനന്ദിക്കുന്നു, ശരിയായിട്ട് അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്. അത് അദ്ദേഹത്തിന് വളരെ നന്നായി തോന്നി. ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിൻറ്റ്. എൻ്റെ ഇന്ദ്രജാലം ശരിക്കും ഫലിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കാരണം ഇവർ മുഴുവനും കൊള്ളക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഹനുമാൻജീൻ്റെ പൂജ ചെയ്യും, 2 ദുർഗ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റിസൈറ്റഡ് സം മന്ത്രാസ്, മഹിഷാസുര നിർണ ശവിധാത്രി വരദേ നമ, രൂപം ദേവി ജയം ദേവി യശോദേഹി ശിരോഹി. അങ്ങനെ അതിനുശേഷം ഞാൻ പറഞ്ഞു, മറ്റുള്ള ആൾക്കാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് മാത്രമേ ഇതിനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, ഇനി ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനുള്ള ഞങ്ങൾക്ക് പെർമിഷൻ കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദർ ഇസ് നോ പ്രോബ്ലം ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളെ ഇതിൽ ഗ്രൂപ്പിൽ നിന്നല്ല, വേറെയും ഗ്രൂപ്പ്സ് ഉണ്ട്, അവരുടെയും സമ്മതം വാങ്ങി തരണം എന്ന് പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം അതിനും തയ്യാറായി. ദെൻ വി സ്റ്റാർട്ടഡ് വർക്കിംഗ്. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രം വീഴാൻ പോകുന്ന ക്ഷേത്രമായിരുന്നു അത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് മാറ്റി. നെക്സ്റ്റ് പ്ലീസ്. പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. പുതിയ ക്ഷേത്രങ്ങളിലെ പില്ലേഴ്സ് വന്നു. ഇനി ഇതിൻ്റെ മുകളിലുള്ള സീലിംഗ് സ്റ്റോൺസ് വെക്കണം. നെക്സ്റ്റ് പ്ലീസ്. അതും വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമായിട്ട് ഇതും മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇപ്പം ഞങ്ങൾ തകർന്ന സ്റ്റോൺസ് ഞങ്ങൾ മാറ്റുകയില്ല, അത് കൂട്ടിഘടിപ്പിക്കുകയേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഓൾ ദ gods and goddesses are now happy with KK Muhammad. They may not be happy with Muhammad Ghazni, Muhammad Ghori, but he is happy. Now Lord Shiva is ready to marry also. സതിയുടെ മരണത്തിന് ശേഷം ലോർഡ് ശിവ മാരേജ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ബട്ട് നൗ ഹി ഈസ് റെഡി ടു മാരി ഓൾസോ. നെക്സ്റ്റ് പ്ലീസ്. നൗ യു ക്യാൻ സീ കല്യാണ സുന്ദരമൂർത്തി ഓഫ് ലോർഡ് ശിവ. സോ ഇഫ് യു ആർ മാരിങ് യു ഹാവ് ടു ഹാവ് ചിൽഡ്രൻ. യേഹ ഗണേശി ഏകദന്തം ചതുർബാഹു ഗജവക്ത്രം മഹോദരം സിദ്ധി ബുദ്ധി സമായുക്തം. ഇഫ് ദർ ഇസ് എ ഗോഡ് ഹു ഹാസ് ഗോട്ട് ബോത്ത് സിദ്ധി ആൻഡ് ബുദ്ധി, ദാറ്റ് ഈസ് ലോർഡ് ഗണേശി. ഗണേശിയുടെ വൈഫിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, ശക്തി ഗണപതി. നെക്സ്റ്റ് പ്ലീസ്. ഇത് യശോധര സിന്ധ്യ, ഷി വാസ് അവർ ടൂറിസം മിനിസ്റ്റർ. അപ്പോൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, വെൻ യു ഹാവ് ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക് ദെയർ ബട്ട് യു ഡിഡ് നോട്ട് ഇൻവൈറ്റ് മീ. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ മാഡം ദാറ്റ് ടൈം ദർ വാസ് എ ലോട്ട് ഓഫ് ദിസ് വൺ ഡെക്കോയിഡ്സ് വെയർ ദെയർ. അപ്പോൾ ഇപ്പം ഡെക്കോയിഡ്സിന് മുഴുവനും ഗവൺമെൻറ് കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൗ യു ക്യാൻ കം. സോ ഐ ടുക്ക് ഹർ ടു ദ സൈറ്റ്. ഷി വാസ് ഹൈലി ഇംപ്രസ്ഡ് ബൈ ദാറ്റ് വൺ. ദെൻ ഷി ആസ്ക്ഡ് മീ, വാട്ട് ഡു യു നീഡ് ഫ്രം മൈ സൈഡ്? അവരുടെ സൈഡിൽ നിന്ന് എന്ത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദർ ഇസ് നോ റോഡ് ടു കം ടു ദിസ് പ്ലേസ്. അപ്പോൾ അവർ റോഡ് ഉണ്ടാക്കി. നെക്സ്റ്റ് പ്ലീസ്. ജ്യോതിരാദിത്യ സിന്ധ്യ. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ നിങ്ങൾ കണ്ടിരുന്നത് ഈ രൂപത്തിലായിരുന്ന ക്ഷേത്രങ്ങളായിട്ടായിരുന്നു, അത് നമ്മൾ എങ്ങനെ മാറ്റിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പോൾ ഞാനതിന് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ചുറ്റുവട്ടമുള്ള ഒരു കണ്ണാശ്രമം എന്നാണ് ഞാനതിന് പറയാറുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും അതിന് ചുറ്റുമായി കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇത്ര മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ. യു ക്യാൻ ജസ്റ്റ് കമ്പയർ ദിസ് ഫോട്ടോഗ്രാഫ് വിത്ത് ദിസ് വൺ. ഇത്ര മനോഹരമായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഇവിടുന്നാണ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഈ രൂപത്തിലായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്, ഇന്ത്യൻ ടൂറിസ്റ്റ്, ഫോറിൻ ടൂറിസ്റ്റ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഇദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. വിത്ത് പപ്പു ഗുജേഴ്സ് ഡെത്ത്, ഇറാഫ് ചമ്പൽ ഡെക്കോയിഡ്സ്. നെക്സ്റ്റ് പ്ലീസ്. പക്ഷേ ഒരു പുതിയ പ്രശ്നം വന്നു. ഇവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുള്ള അവസരത്തിൽ വരെ പിന്നെ മൈനിങ് മാഫിയ അവിടെ വരില്ലായിരുന്നു. പക്ഷേ പുതിയ മൈനിങ് മാഫിയകൾ വന്ന് ഇവർ മരിച്ചു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ അവസരത്തിൽ ദേ സ്റ്റാർട്ടഡ് റാമ്പൻ മൈനിങ്. മൈ ടെമ്പിൾ സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ. സോ ഐ റോട്ട് ടു സോ മെനി പീപ്പിൾ, ബട്ട് ദേ വെർ ഓൾ ഗെറ്റിംഗ് മണി ആൻഡ് ഇറ്റ് വാസ് ബീങ് റൂൾഡ് ബൈ BJP ഗവൺമെൻറ്. BJP ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് അധികം ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റില്ല. പക്ഷേ ദെൻ I wrote to so many people and there was no reply from that side. Then I did something which a government servant should not have done. Next please. Next please. അപ്പം സാധാരണ ഒരു ഗവൺമെൻറ് സർവൻറ്റ് ചെയ്യാൻ പാടില്ലത്. കാരണം എനിക്കറിയാം ഒരു മിനിസ്റ്റർ ഇൻവോൾവ് ആയിരുന്നു, അദ്ദേഹത്തിന് ലക്ഷ്മികാന്ത് ശർമ്മ എന്നുള്ള. ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം പറയും, മുഹമ്മദ് ജി ആപ്കാ വോ ലെറ്റർ മുझे नहीं मिला. ഞാൻ അയച്ച കത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ല.
Then again I sent a letter to him because I knew that he was behind it. അപ്പം അത് ഒന്നും യാതൊരു രക്ഷയില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനമായി wrote a very strong letter to Sudarshan ji. Sudarshan ji was the RSS chief at that time. I am talking about 2007. It was a very strong letter. I said that you speak that you are standing for this one temples, but here I have been able to conserve 40 temples at that time, and your party is ruling and my temples are coming down. So he took immediate action and he pulled up the chief minister. Shivraj Singh Chauhan was the chief minister and they pulled up the chief minister. So he had no way but to send the police. Police and I can't even know. Next please. This is Ambika Soni. Ambika Soni was our minister. She wrote a letter to Shivraj Singh Chauhan, that is the chief minister, that law and order is under you. You have to give protection to ASI. Next please. Adheham Marvadi as chief minister Marvadi achu. Yes, earlier it was going on, but now we have taken action against those people. But the last portion was against me. അവസാനത്തെ പോർഷൻ എനിക്കെതിരായിട്ടായിരുന്നു. ഈ കത്തയച്ച ഞാൻ കത്തയക്കാൻ പാടില്ല, കാരണം ഞാൻ RSSന് കത്തയക്കാൻ പാടില്ല. ഈ കത്തയച്ച ഓഫീസർക്കെതിരെ എന്താണ് നടപടിയെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിന് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കത്ത് അവസാനിച്ചത്. ദാറ്റ് മീൻസ് മൈ സസ്പെൻഷൻ. ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാനല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. നെക്സ്റ്റ് പ്ലീസ്. പക്ഷേ ധാരാളം ആളുകൾ ദ ഹോൾ മീഡിയ വാസ് വിത്ത് മീ. നെക്സ്റ്റ് പ്ലീസ്. മീഡിയ കംപ്ലീറ്റ് എൻ്റെ പക്ഷത്തായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. Dacoit self-preserve Marina temples. Next please. Temple safe. CM tells on CM and Chief Minister Sloni. Mohammed my face heat. Next please. അപ്പോൾ ഒരു വലിയ യുദ്ധം നടന്നു ചീഫ് മിനിസ്റ്ററുമായിട്ട്. പക്ഷേ അവസാനം എൻ്റെ പേരിൽ ആക്ഷൻ ഒന്നും എടുത്തില്ല. ഞാൻ അദ്ദേഹം അംബിക സോണി പറഞ്ഞു, നോ യു ഹാവ് ഡൺ ദ റൈറ്റ് തിങ്, ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൺ ലൈക്ക് ദാറ്റ് ഓൺലി. അങ്ങനെ പിന്നീട് നൗ ഇറ്റ് ഹാസ് ബിക്കം എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസ്. നെക്സ്റ്റ് പ്ലീസ്. This is from Delhi students. Next please. Number of people are now visiting the place. Next please. കൊള്ളക്കാരും കാണാൻ വന്നു, കാരണം ഇവരെ സമ്മതം കൊണ്ടാണ് എനിക്ക് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. The foreign delegate Hollandka team. Next please. Next please. Next. Malve Mandiron ka khajana. Next please. ASI turns to RSS, gets help. Wanted illegal mining to be stored at Vateshwar temple. Next please. Illegal miners fire at collector and SP. Collector SP ne വെടിവെക്കുന്നതാണെങ്കിൽ വാട്ട് ഈസ് എ പുവർ ഗവൺമെൻറ് ഓഫീസർ ലൈക്ക് മീ. ഞാൻ രക്ഷപ്പെട്ടു, കാരണം എനിക്ക് കൊള്ളക്കാരുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബട്ട് ദർ വാസ് എ യങ് IPS ഓഫീസർ. ഇവർ കാരണം വലിയ മാഫിയാണ്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ 50 ആളുകളെ ഇവർ കൊന്നിട്ടുണ്ട്. അവർ ഈ ട്രാക്ടറിൻ്റെ ഇല്ലീഗലി മൈൻഡ് ട്രാക്ടറിൻ്റെ ഇടയിൽ അയാൾപ്പെടുത്തിക്കൊണ്ട് ചതച്ചരച്ചു കൊന്നു. നെക്സ്റ്റ് പ്ലീസ്. സുദർശൻ ജി കെ പഹൽ പർ ശാസൻ ജാഗ കഥാനെ വട്ടേശ്വർ के मंदिर बचाए. नेक्स्ट प्लीज़. मोहम्मद ने क्यों लिखा सुदर्शन को खत? ഞാൻ എന്തുകൊണ്ടാണ് ഇത് CM ने उठाया ASI अधीक्षक पर सवाल. എൻ്റെ കാര്യശൈലിയെ ചീഫ് മിനിസ്റ്റർ ക്വസ്റ്റ്യൻ ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ഇദ്ദേഹത്തെ IPS की हत्या. IPS ഓഫീസറായിരുന്നു. ഇവർ ഹസ്ബൻഡ് IAS ആയിരുന്നു. അവരെ വളരെ ദാരുണമായ രൂപത്തിൽ ഈ മൈനിങ് മാഫിയ കൊന്നു. ഞാൻ എന്തോ കൊള്ളക്കാർ, കാരണം കൊള്ളക്കാരുള്ളത് കൊണ്ട് കുറച്ച് കൊള്ളക്കാർ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ കൊന്നാൽ ആ കൊള്ളക്കാരെന്താ ചെയ്യാൻ, എന്നെ കൊന്ന ആൾ മാത്രമല്ല കൊന്ന അവരെ ഫാമിലിയെ മുഴുവൻ കൊന്നു കളയും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബട്ട് ദിസ് യങ് IPS ഓഫീസർ ഹി വാസ് ക്രഷ്ഡ് ടു ഡെത്ത്. നെക്സ്റ്റ് പ്ലീസ്. ഇതിന് എനിക്ക് സാർക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടുകയുണ്ടായി പിന്നീട്, ബിക്കോസ് ഇറ്റ് വാസ് എ ലൈഫ് ആൻഡ് ഡെത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് ഒരുപടി അവാർഡ് കിട്ടി. പിന്നെ ചീഫ് മിനിസ്റ്റർക്കും മനസ്സിലായി അദ്ദേഹം ചെയ്ത് തെറ്റായിരുന്നു അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം എനിക്കൊരു അവാർഡ് തന്നു. പക്ഷേ എനിക്ക് പോയിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വൈഫിനെ, കാരണം ഫ്രഞ്ച് പ്രസിഡൻറ്റ് കുത്തബ് മിനാറിൽ വരുന്നുണ്ടായിരുന്നു, എനിക്ക് അദ്ദേഹം അവരെ സ്വീകരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെപ്യൂട്ടഡ് മൈ വൈഫ്. ബട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്കെതിരായിട്ടുള്ള ഒന്നും കീപ്പപ്പ് ചെയ്തില്ല. ഹി വാസ് വെരി ഫ്രണ്ട്ലി ലെറ്റർ ഓൺ ഓൾസോ. നെക്സ്റ്റ് പ്ലീസ്. മറ്റൊരു കൊള്ളക്കാരൻ മോഹർ സിംഗ് എന്ന് പറഞ്ഞ. നെക്സ്റ്റ് പ്ലീസ്. അപ്പം ഞാൻ വിചാരിച്ചു BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്നു. അതൊന്നും ഉണ്ടായില്ല. കാരണം ഇറ്റ് വാസ് ദിസ് ഫണ്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല.
ദെൻ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഇതെന്താ സംഭവിക്കാൻ കഴിയാത്തത്. ഞാൻ പല ആൾക്കാരോട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു, എന്നിട്ടും സംഭവിച്ചില്ല. ദെൻ വൺ ഡേ ഐ റിസീവ്ഡ് എ ഫോൺ കോൾ ഫ്രം എ വെരി ഇമ്പോർട്ടൻറ്റ് ലേഡി. ദിസ് ഈസ് സുധാ നാരായൺ മൂർത്തി ഓഫ് ഇൻഫോസിസ്. അവർ വന്നു, അവർ ഇത് മുഴുവൻ കണ്ടു. അവസ്ഥ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ. അപ്പം ഷീ ഗേവ് us 4 crores of rupees. Next please. Next please. Next. 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 അപ്പോൾ അവരെന്നോട് ചോദിച്ചു വാട്ട് ഡു യു നീഡ് ഫ്രം മൈ സൈഡ്. ഞാൻ പറഞ്ഞു കുറച്ച് പൈസ തരാൻ കഴിയുകയാണെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്, ആ വിഷ്ണു ക്ഷേത്രം ഇറ്റ് ഈസ് അബൌട്ട് ടു കൊലാപ്സ്, അത് നമുക്ക് രണ്ടാമത് പണിയാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ ഗേവ് us the amount. അപ്പോൾ അവർ തന്ന ആ പണം കൊണ്ട് ഞാൻ ആ വിഷ്ണു ക്ഷേത്രം മാത്രമല്ല, വിഷ്ണു ക്ഷേത്രം വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പകുതി പണം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള പകുതി പണം കൊണ്ട് 10 ക്ഷേത്രങ്ങൾ കൂടി ഞങ്ങൾ രണ്ടാമത് റീകൺസ്ട്രക്റ്റ് ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രമായിരുന്നു അവർ പണം തന്ന്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഈ രൂപത്തിൽ കിടക്കുകയായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. റീകൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇറ്റ് ഹാസ് കം അപ് ടു ദിസ് ലെവൽ. നെക്സ്റ്റ് പ്ലീസ്. അവിടുത്തെ താഴ്ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. അവസാനത്തെ കല്ലുകൾ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇവിടം വരെ എത്തി. നെക്സ്റ്റ്. നെക്സ്റ്റ്. കംപ്ലീറ്റായി മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. നിങ്ങൾ കണ്ടിരുന്നത് ഈ രൂപത്തിലായിരുന്നു അത്. നെക്സ്റ്റ് പ്ലീസ്. അതിങ്ങനെയായിട്ട് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇനി ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സമയം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡൽഹിയിൽ ചെയ്തൊരു വർക്കാണ്, അത് ഞാൻ ഇപ്പം ടേക്കപ്പ് ചെയ്യുന്നില്ല. കാരണം ഇത് സ്ലം സ്കൂൾസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും. നമ്മൾ നിൽക്കണ എങ്ങനെ ക്യുക്കായിട്ടോ. ഓക്കെ, ആൾക്കാർ തയ്യാറാണോ? ഷുവർ അല്ല, അധികം സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നു. ഐ വിൽ ജസ്റ്റ് പാസ് ത്രൂ. കാരണം ഞാൻ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാറുള്ളത്, ഒന്ന് ഇങ്ങനെയുള്ള കൊള്ളക്കാരെ നക്സൽ ഗ്രൂപ്പ്സിനെ, ഞാൻ ഛത്തീസ്ഗഡിൽ വർക്ക് ചെയ്തിരുന്നത് നക്സൽ ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഡൽഹിയിൽ വർക്ക് ചെയ്ത സ്ഥലത്തിൽ അവിടെ ഈ കുട്ടികൾ അവരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 3000-4000 ആളുകളുണ്ടാവും. ഇവർ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ടാണ് ചിലപ്പം ഇവിടുന്ന് ബീഹാറിൽ നിന്ന് വരിക, UP നിന്ന് വരിക. ഇവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പം വാട്ട് ഐ ഡിഡ് ഈസ്, കാരണം പഠിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ സ്കൂൾ, ടെൻറ്റഡ് സ്കൂൾസ് പല ഭാഗത്തും തുടങ്ങി. വെർ ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ. നെക്സ്റ്റ് പ്ലീസ്. ഇവർക്ക് 1 ഭക്ഷണം കൊടുക്കണം, 2 സ്കൂൾ ഉണ്ടാവണം, 3 ഇത് നമ്മളെ പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുറേ വർക്ക്. ചിലപ്പം 40 കുട്ടികളുണ്ടാവും, ചിലപ്പോൾ 500 കുട്ടികളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ലം സ്കൂൾസ് തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. കളിക്കാനുള്ള ചെറിയ സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് പ്ലീസ്. മൈ വൈഫ് ഷീ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഹോൾ തിങ്. നെക്സ്റ്റ് പ്ലീസ്. അപ്പം ഇവർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും പഠിക്കില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ധാരാളം സ്കീംസ് ഉണ്ട് അഡൽട്ട് എഡ്യൂക്കേഷൻ, പക്ഷേ അതൊന്നും ഇവരുടെ അടുത്ത് എത്തില്ല. സോ ഐ സെഡ് ദാറ്റ് ഐ ആം റെഡി ടു ഗീവ് യു. അപ്പം അവർ പറഞ്ഞു വി വിൽ ടീച്ച് യു. അപ്പോൾ അവർ പിന്നെ അത് ഈവനിങ്ങിലാണ് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. പക്ഷേ ഈവനിങ് ദേ ഹാവ് ടു പ്രിപ്പയർ ഫുഡ് ഓൾസോ. അപ്പോൾ ഞാൻ പറഞ്ഞു വി ഗീവ് യു ഫ്രീ ഫുഡ്. അപ്പം നമുക്ക് 1 വയസ്സുള്ള കുട്ടീനെ പിന്നെ ഇതിൽ കിടത്തിക്കൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. അവർ ഹിന്ദി പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരികയാണെങ്കിൽ, ഇഫ് യു ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. അപ്പോൾ എന്നെ സഹായിക്കാൻ വേറെയും പല ആളുകളും വന്നു. നെക്സ്റ്റ് പ്ലീസ്. ഇദ്ദേഹം പിന്നെ ഒരു കമ്പിളി, നമ്മളെ കമ്പിളി വസ്ത്രങ്ങൾ, കാരണം ഡൽഹിയിലൊക്കെ വളരെ തണുപ്പുള്ളതാണ്. അപ്പോൾ എനിക്ക് 100 രൂപയ്ക്ക് വരും. ഒറിജിനൽ പിന്നെ കോസ്റ്റ് 200 റുപ്പീസാണ്. ചിലപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ട് തരും. നെക്സ്റ്റ് പ്ലീസ്. ഇങ്ങനെ കുറേ ആളുകൾ വരാൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. അപ്പം എനിക്കൊരു സിറ്റിസൺ ജേർണലിസ്റ്റ് അവാർഡ് തന്നു. പിന്നെ ഇവർ വന്ന അവസരത്തിൽ അത് ഈ അവാർഡ് തന്ന ആൾ വളരെ ഉയരമുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകം ശ്രദ്ധിച്ചു. നെക്സ്റ്റ് പ്ലീസ്. അത് തന്നത് ഇദ്ദേഹമായിരുന്നു, അമിതാഭ് ബച്ചൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകം ശ്രദ്ധിച്ചു. അപ്പോൾ ഇദ്ദേഹം തന്നതുകൊണ്ട് ഇദ്ദേഹത്തെക്കാണ് ഉയരമുള്ള മറ്റൊരാൾ പറഞ്ഞു ഈ കുട്ടികളെ കാണണമെന്ന്. നെക്സ്റ്റ് പ്ലീസ്. അതാരായിരുന്നു? നെക്സ്റ്റ് പ്ലീസ്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ആൻഡ് മിസ്സിസ് ഒബാമ. അപ്പോൾ ഇവർക്ക് ഇന്ത്യയെക്കുറിച്ച് ധാരാളം ദേ ഹാഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇന്ത്യ, എസ്പെഷ്യലി അബൌട്ട് ഉപനിഷത്ത്.
അപ്പോൾ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. സാധാരണ ഐ ഷുഡ് നോട്ട് ബി ഇൻ ബിറ്റ്വീൻ, പ്രോട്ടോകോൾ പ്രകാരം എനിക്ക് അവരെ നടുവിൽ നിൽക്കാൻ പാടില്ല, സൈഡിൽ നിൽക്കാൻ പാടില്ല. പക്ഷേ ദേ സെഡ് നോ, യു ഹാവ് ടു കം ഇൻ ബിറ്റ്വീൻ. അങ്ങനെ അവർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. ആൻഡ് ദേ വർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഓൾസോ. ആൻഡ് എസ്പെഷ്യലി അവർക്ക് വളരെ ഏറ്റവും നന്നായി തോന്നിയത് ഞാൻ നടത്തുന്ന ആ സ്കൂളായിരുന്നു. They had come along with, this one gift for the children. Next please. Next. See how the American president is sitting. നമുക്കൊന്നും ഒരിക്കലും ആലോചിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഇതിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഹീ ഹു ഹാഡ് റിസീവ്ഡ് ദം. വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് ആൻഡ് മിസ്റ്റർ ഒബാമ എന്ന് പറഞ്ഞ കുട്ടിയെ ഒബാമയെ സ്വീകരിച്ച കുട്ടിയായിരുന്നു. സോ ഹി ആസ്ക്ഡ് മീ വാട്ട് ഈസ് യുവർ നെയിം. അപ്പം കുട്ടി പറഞ്ഞു മൈ നെയിം ഈസ് വിശാൽ. അപ്പോൾ ദിസ് വാസ് ഹാപ്പനിങ് ഇൻ 2010 നടക്കുന്നത്. അപ്പോൾ 2010 ഞാൻ 12 ഞാൻ റിട്ടയർ ചെയ്തു ഗവൺമെൻറ് സർവീസിൽ നിന്ന്. അപ്പോൾ 2015 അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. അന്ന് ജനുവരി 26 വേണ്ടിയിട്ടുള്ള റിപ്പബ്ലിക്കൻ ഡേ പരേഡിന് വേണ്ടിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ വന്ന അവസരത്തിൽ അദ്ദേഹം അമേരിക്കൻ എംബസി എനിക്ക് ഫോൺ ചെയ്തു. അമേരിക്കൻ പ്രസിഡൻറ്റ് ഈസ് ലുക്കിംഗ് ഫോർ വിശാൽ. അപ്പം യു ഹാവ് ടു ഫൈൻഡ് ഹിം ഔട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് മൊബൈൽ, ദേ ഡോണ്ട് ഹാവ് ഇമെയിൽ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ടു സ്പോട്ട് ദം. അപ്പോൾ പറഞ്ഞു യു മേ ട്രൈ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ്റെ ഫാദർ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫാദർ രാംദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാനത് ഫോൺ ചെയ്തു. അപ്പോൾ ഫോൺ ചെയ്ത ദിവസത്തിൽ എൻ്റെ കൂടെ അവർ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഉജ്ജയിനിലാണ് വർക്ക് ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് എന്നെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അപ്പം 26 ജനുവരി 26 the Republic Day parade was there. On 27 he was supposed to meet Tata Birla and many other people. അപ്പോൾ അവരെ കാണുന്നതിന് മുമ്പ് he met this child and his parents. And then he said, this is what I want, that the way you have to come forward. We have to uplift our own society എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുട്ടികളെ കോംപ്ലിമെൻ്റ് ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ദിസ് ഈസ് ദ സെയിം ബോയ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. ആ ലെക്ചറിന് വേണ്ടി ഞാനൊരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് അവരൊരു 300ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റിയെ കുട്ടി ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് ആ കുട്ടിക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തു. ഇതേപോലെ നമുക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്താൻ കഴിയും. സർവേ ഭവന്തു സുഖിനാം സർവേ സന്തു നിരാമയ സർവേ ഇങ്ങനെ. അതല്ലാതെ ഞാനും നിങ്ങളും വലിയ ആളായതുകൊണ്ട് മാത്രമൊന്നും കഴിഞ്ഞില്ല. നമുക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പ്ലീസ്. This is the same boy. Next please. And he did not forget because he had such a past. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം മറക്കാത്തൊരു മനുഷ്യൻ. ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നന്നായി ജീവിക്കാൻ കഴിഞ്ഞാലും അത് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുകൊണ്ട് ഒരേ സമുദായം, ഞാൻ മനുഷ്യൻ മാത്രമാണ്, മനുഷ്യനിൽ വലുതായിട്ട് ഒരു മതവുമില്ല. ഏത് മതമാണെങ്കിലും, ഹിന്ദു മതമാണെങ്കിലും, ക്രിസ്ത്യാനി മതമാണെങ്കിലും, ഇസ്ലാം മതമാണെങ്കിലും, ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും എല്ലാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. മനുഷ്യനെല്ലാവരും നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതിലേക്ക് എത്തിച്ചേരണം. അങ്ങനെയുള്ളൊരു നല്ല ഭാവിയിലേക്ക് നമ്മളെ ഭാരതം ഉണർന്നെഴുന്നേൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമമിട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.